അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. ശ്രീമദ്ദേവി ഭാഗവതം അഥ ദ്വിതീയ സ്കന്ധ 8-മോധ്യായ. യദുകുലനാശം. സൂത ഉവാച തതോ ദിനേ തൃതീയേ ച ധൃതരാഷ്ട്ര സഭൂപതി ദാവാഗ്നിനാ വനേ ദഗ്ധ സഭാര്യ കുന്തി സംയുത. സഞ്ജയസ്തീർത്ഥയാത്രായാം ഗതസ്ത്യക്ത്വാ മഹീപതിം ശ്രുത്വാ യുധിഷ്ഠിരോ രാജാ നാരദാദ് ദുഃഖമാപ്തവാൻ. ഷട്ത്രിംശേധ ഗതേ വർഷേ കൗരവാണാം ക്ഷയാത് പുനഃ പ്രഭാസേ യാദവാ സർവേ വിപ്രശാപാൽ ക്ഷയം ഗതാം. തേ പീത്വാ മദിരാം മത്താ കൃത്വാ യുദ്ധം പരസ്പരം ക്ഷയം പ്രാപ്താ മഹാത്മാനഃ പശ്യതോ രാമകൃഷ്ണയോ. ദേഹം തത്യാജരാമസ്തു കൃഷ്ണ കമലലോചന. വ്യാധബാണാഹതശാപം പാലയൻ ഭഗവാൻ ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വസുദേവസ്തു തച്ഛുത്വാ ദേഹത്യാഗം ഹരേരഥാ ജഹൗ പ്രാണാൻ ശുചീൻ കൃത്വാ ചിത്തേ ശ്രീഭുവനേശ്വരിം. അർജുനസ്തു തതോ ഗത്വാ പ്രഭാസേ ചാതി ദുഃഖിതാ. സംസ്കാരം തത്ര സർവേഷാം യഥായോഗ്യം ചകാരഃ. സമീക്ഷ്യാഥ ഹരേർദേഹം കൃത്വാ കാഷ്ഠസ്യ സഞ്ജയം. അഷ്ടാഭി
സഹപത്നീഭിർദാഹയാമാസ പാർത്ഥിവ ദേഹം രാമസ്യ രേവത്യാ സഹ ദഗ്ധ്വാ വിഭാവസൗ അർജുനോ ദ്വാരകാമേത്യ പുരാൻ നിഷ്ക്രാമയജ്ജനം പുരീസാ വാസുദേവസ്യ പ്ലാവിതോ ദധിനാ തഥാ അർജുന സർവലോകാൻ വൈ ഗൃഹീത്വാ നിർഗതസ്തദാ കൃഷ്ണപത്ന്യസ്തദാ മാർഗേ ചൗരാഭീരൈശ്ച ലുണ്ഠിതാ ധനം സർവം ഗൃഹീതം ച നിസ്തേജശ്ചാർജുനോഭവൽ ഇന്ദ്രപ്രസ്ഥേ സമാഗത്യ വജ്രോ രാജാ കൃതസ്തദാ അനിരുദ്ധസുതോ നാമ്നാ പാർത്ഥേനാമിത തേജസാ വ്യാസായ കഥിതം ദുഃഖം തേനോക്തോസൗ മഹാരഥാ പുനർയദാ ഹരിസ്ത്വം ച ഭവിതാസി മഹാമതേ തദാ തേജസ്തവാത്യുഗ്രം ഭവിഷ്യതി പുനർയുഗേ തച്ഛ്രുത്വാ വചനം പാർത്ഥോ ഗത്വാ നാഗപുരേ അർജുന. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമയാണ്, ഭാഷാഗാനമാണ് ഇപ്പോൾ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, മൂന്നാമത്തെ ദിനം തന്നിൽ ധൃതരാഷ്ട്രർ കുന്തിയോടും ഗാന്ധാരിക്കുമൊപ്പം കാട്ടുതീയിൽ ദഹിച്ചു. രാജനെ വിട്ടു സഞ്ജയൻ തീർത്ഥയാത്രയ്ക്കായി പോയി. നാരദൻ പറഞ്ഞറിഞ്ഞു യുധിഷ്ഠിരനും. കൗരവനാശം കഴിഞ്ഞു 36 വർഷശേഷം. പ്രഭാസത്തിൽ യാദവർക്കും നാശം ശാപത്താ. മഹാത്മാക്കളാകൂമവർ മദ്യപിച്ചു മത്തരായി. രാമകൃഷ്ണന്മാർ സാക്ഷിയായി മരിച്ചു വീണു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബലരാമൻ ദേഹം വിട്ടു വിപ്രശാപം സത്യമാക്കാൻ. കൃഷ്ണനോ വേടന്റെ ശരമേറ്റു മടങ്ങി. വസുദേവൻ ഹരിയുടെ ദേഹത്യാഗമറിഞ്ഞപ്പോൾ ഭുവനേശ്വരിയെ ഓർത്തു ദേഹം വെടിഞ്ഞു. അർജുനനോ ദുഃഖിതനായി പ്രഭാസത്തിലെത്തിച്ചേർന്നു. അവരുടെ സംസ്കാര കർമ്മത്തെ നടത്തി. ചിതയിൽ ശ്രീകൃഷ്ണന്റെ തൻ ശരീരത്തെ അർജുനനും കൃഷ്ണപത്നിമാരും ചേർന്നു ദഹിപ്പിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രേവതിയുമൊത്തു രാമദേഹത്തെയും ദഹിപ്പിച്ചു. ദ്വാരകയിലെത്തി ജനങ്ങൾ പുരി വെടിഞ്ഞു.
ധർമ്മപത്നിമാരെ ചില കൊള്ളക്കാരും കള്ളന്മാരും ആക്രമിച്ചല്ലോ. അവരുടെ ധനമെല്ലാം അപഹരിച്ചല്ലോ ചോര. അർജുനനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതില്ല. അതിതേജസ്വിയാം പാർത്ഥൻ അനിരുദ്ധപുത്രനായ വജ്രനേയതു രാജാവായി വാഴിച്ചുവല്ലോ. വ്യാസനോടു ദുഃഖമറിയിച്ചപ്പോൾ വ്യാസൻ പറഞ്ഞു, നീയും ശ്രീഹരിയും വീണ്ടും ജന്മമെടുക്കും. അന്നു നിന്റെ തേജസ്സേറെ ഉഗ്രമായിരിക്കും. നൂനം പാർത്ഥൻ ഹസ്തിനപുരിയിലേക്കു മടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം ദേവി ശരണം. ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസനയായി ആരംഭിച്ചിട്ട് ഇന്ന് 140ാമത്തെ ദിവസം. ഇന്ന് പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പായി മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം, ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം മാഹാത്മ്യ പാരായണത്തോടുകൂടി ഒരു ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം കൂടി ഈയുള്ളവൻ്റെ ആചാര്യതയിൽ ആരംഭിക്കുകയാണ്. എറണാകുളത്തിനും ചേർത്തലയ്ക്കുമിടയിൽ പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഭാഗവതോത്സവം എന്ന രീതിയിൽ ഈ സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദേവീഭാഗവതം ദ്വിതീയ സ്കന്ധം 8ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകം മുതൽ 14ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടിയത്. ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. യദുകുലത്തിൻ്റെ നാശം എങ്ങനെയുണ്ടായി എന്ന് പറയുകയാണ് സൂതൻ ശൗനകാദി ഋഷീശ്വരന്മാരുടെ മുമ്പിൽ. ധൃതരാഷ്ട്ര മഹാരാജാവ് ഗാന്ധാരിയോടും കുന്തിദേവിയോടും കൂടി കാട്ടിലേക്ക് പോയി എന്നും അവരെ കാണാൻ ധർമ്മപുത്രാദികളൊക്കെ ചെന്നുവെന്നും ഈ ഗാന്ധാരിക്കും അതേപോലെ തന്നെ കുന്തിദേവിക്കും അതേപോലെ ഉത്തരയ്ക്കും ഒക്കെ തന്നെ സുഭദ്രയ്ക്കുമൊക്കെ തന്നെ മരിച്ചുപോയ മക്കളെ തിരിച്ചു കാണിച്ചു കൊടുത്തു വേദവ്യാസൻ എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു.
സൂതൻ തുടർന്ന് പറയുകയാണ്, തതോദിനേ തൃതീയേച്ച, പിന്നീട് മൂന്നാമത്തെ ദിവസം, ഇവരൊക്കെ തിരിച്ചുപോയി മൂന്നാമത്തെ ദിവസം, ധൃതരാഷ്ട്ര സ ഭൂപതി, ആ രാജാവായ ധൃതരാഷ്ട്ര മഹാരാജാവ്, ദാവാഗ്നിനാ വനേദഗ്ധ, കാട്ടുതീയിൽപ്പെട്ട് ആ വനത്തിൽ വെച്ച് തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചു. പിന്നെയോ സഭാര്യ കുന്തി സംയുത, തൻ്റെ ഭാര്യയായ ഗാന്ധാരിയോടും അതേപോലെ കുന്തിയോടും കൂടി ആ 3 പേരും മൂന്നാമത്തെ ദിവസം വനത്തിലെ ആ കാട്ടുതീയിൽ ദഹിച്ചുപോയി എന്ന് പറയുന്നു. സഞ്ജയസ്തീർത്ഥയാത്രായാം ഗതസ്ത്യക്വാ മഹീപതിം ത്യക്വാ, രാജാവിനെ വിട്ട് സഞ്ജയൻ തീർത്ഥയാത്രയ്ക്ക് പോയി എന്നും നാരദനിൽ നിന്ന് കേട്ടു ഈ വിവരം ധർമ്മപുത്രരെ ദുഃഖമാപ്നവാത്, വലിയ ദുഃഖത്തിലേക്ക് എത്തിച്ചേർന്നു. തൻ്റെ വലിയച്ഛനും വല്യമ്മയും അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട മാതാവും കാട്ടുതീയിൽ ദഹിച്ചുപോയി എന്നറിഞ്ഞ് ദുഃഖിക്കുന്നു ധർമ്മപുത്രര്. ഷട്രിംശേധ ഗതേ വർഷേ കൗരവാണാം ക്ഷയാത് പുനാം, കൗരവന്മാരുടെ നാശത്തിനു ശേഷം, അല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് രാജ്യം തിരിച്ചു കിട്ടിയതിനു ശേഷം, പിന്നീട് ഷട്രിംശേധ ഗതേ വർഷേ 36 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് യാദവാഹ സർവേ വിപ്രശാപാൽ ക്ഷയം ഗത, ആ യാദവന്മാർ മുഴുവൻ ബ്രാഹ്മണ ശാപം കൊണ്ട് നശിച്ചുപോയി എന്ന് പറയുന്നു. തേ പീത്വ മധുരാം മത്ത കൃത്വാ യുദ്ധം പരസ്പരം ക്ഷയം പ്രാപ്ത മഹാത്മാനഃ പശ്യതോ രാമകൃഷ്ണയോ. മഹാത്മാക്കളായിരിക്കുന്നവർ, ആ യാദവന്മാർ വളരെ ശ്രേഷ്ഠന്മാരാണ്. പക്ഷേ അവര് പീത്വാ മധുര കുടിച്ച് മദ്യപിച്ച് മധോന്മത്തരായി അവർ പരസ്പരം യുദ്ധം ചെയ്തു. ക്ഷയം പ്രാപ്ത, അവരൊക്കെ ക്ഷയിച്ചു, അവരൊക്കെ നശിച്ചു. എങ്ങനെ? രാമകൃഷ്ണന്മാര് നോക്കി നിൽക്കെ. പശ്യതോ രാമകൃഷ്ണയോഹോ ദേഹം തത്യാജരാമസ്തു, ബലരാമനും തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചു. കൃഷ്ണ കമലലോചനനായിരിക്കുന്ന താമരക്കണ്ണനായിരിക്കുന്ന ശ്രീകൃഷ്ണനും വ്യാധബാണാഹതശാപം പാലയൻ ഭഗവാൻ ഹരി, ആ ബ്രാഹ്മണരുടെ ശാപം ഫലവത്താക്കാൻ വേണ്ടി വ്യാധൻ്റെ ജരയുടെ ആ കാട്ടാളൻ്റെ അമ്പേറ്റ് ഭഗവാനും ശരീരം വെടിഞ്ഞു. വസുദേവസ്തു തക്ഷുത്വ, വസുദേവൻ ഇത് കേട്ടു. ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി ദേഹത്യാഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, ദേഹത്യാഗം ഹരേ രാധ ജഹൗ പ്രാണാൻ ശുചീൻ കൃത്വ, പ്രാണങ്ങളെയൊക്കെ പവിത്രമാക്കി ശുദ്ധീകരിച്ച് ചിത്തേ ശ്രീ ഭുവനേശ്വരിം, മനസ്സിൽ ആ ഭുവനേശ്വരിയായ ജഗദംബികയെ ധ്യാനിച്ച് ശരീരത്തെ ഉപേക്ഷിച്ചു. അർജുനസ്തു തതോഗത്വ പ്രഭാസേ ചാതി ദുഃഖിത, അർജുനൻ വലിയ ദുഃഖത്തോടുകൂടി പ്രഭാസത്തിലേക്ക് ചെന്നു. പ്രഭാസത്തിൽ വെച്ചാണ് യാദവന്മാരൊക്കെ നശിച്ചത്. സരസ്വതി നദിയുടെ തീരത്ത് വെച്ചാണ് ഭഗവാൻ തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചത്. അപ്പോൾ പ്രഭാസത്തിലേക്ക് എത്തിച്ചേർന്നു അർജുനൻ. അവിടെ യഥായോഗ്യം സർവേഷാം സംസ്കാരം ചകാര, യോഗ്യത അനുസരിച്ച് വേണ്ട പോലെ യഥായോഗ്യം ഓരോരുത്തരുടെയും സംസ്കാര കർമ്മങ്ങളെ അർജുനൻ നടത്തി. സമീക്ഷ്യാഥ ഹരേർദേഹം കൃത്വാ കാഷ്ഠസ്യ സഞ്ചയം, ആ നിരവധിയായിരിക്കുന്ന ആ വിറകുകളെ കൊണ്ട് ചിതയുണ്ടാക്കി ആ ചിതയിൽ കയറ്റിവെച്ച ശ്രീകൃഷ്ണ ശരീരം ഒന്ന് നോക്കി. അഷ്ടാഭി സഹപത്നീഭിർ ദാഹയാമാസ പാർത്ഥിവ, ചിത കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ 8 പത്നിമാരും ഭഗവാന്റെ അഷ്ടമഹിഷികൾ രുക്മിണി, ജാംബവതി, സത്യഭാമ, സത്യ, മിത്രവിന്ദ, കാളിന്തി, ഭദ്ര, ലക്ഷ്മണ, ഈ 8 പേരും അവരവരുടെ ദേഹത്തെ ചിതയിൽ ഉപേക്ഷിച്ചു. അർജുനൻ അതും ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. ദേഹം രാമസ്യ രേവത്യാ സഹദഗ്ധ്വാ വിഭാവസോ, രേവതിയോടുകൂടി ചേർന്ന രാമന്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചു. അർജുനോ ദ്വാരകാമേത്യ പുരാൻ നിഷ്ക്രാമയജ്ജനം, അർജുനൻ ദ്വാരകയിലെത്തി. അവിടെ ദ്വാരക 7-ാം ദിവസം വെള്ളത്തിനടിയിലാവും എന്ന് ദാരുകൻ പറഞ്ഞത് കേട്ടിട്ടുള്ള അർജുനൻ അവിടെയുള്ള ജനത്തെ മുഴുവൻ ആ ദ്വാരകയിൽ നിന്ന് ഒഴിപ്പിച്ചു. എന്നിട്ടോ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് വന്നു. കൃഷ്ണപത്ന്യസ്തദാ മാർഗേ, വഴിയിൽ വെച്ച്
ചൗരാഭീരൈഷ്ടലുണ്ഠിതാഹ, കാട്ടാളന്മാരും കള്ളന്മാരും ഒക്കെ ചേർന്ന് ഈ ദ്വാരകാവാസികളെ, കൃഷ്ണപത്നിമാർ പിന്നെയുണ്ട് ഇല്ലേ, അവരെയൊക്കെ കൊള്ള ചെയ്തു, ധനം അപഹരിച്ചു. അർജുനന് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഭഗവാൻ പോയതോടുകൂടി അർജുനന്റെ വീര്യം നഷ്ടപ്പെട്ടു എന്നാണ്. നിസ്തേജശ്ച അർജുനോഭവൽ, തേജസ്സില്ലാത്തവനായിട്ട് തീർന്നു അർജുനൻ. ഇന്ദ്രപ്രസ്ഥയെ സമാഗത്യ വജ്രോ രാജാകൃതസ്ഥത, ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി. എന്നിട്ടോ അതിനുശേഷം മധുരയുടെ അധിപനായി രാജാവായി അനിരുദ്ധന്റെ പുത്രനായിരിക്കുന്ന വജ്രനെ അല്ലെങ്കിൽ വജ്രനാഭനെ അവിടെ പാർത്ഥൻ സാക്ഷാൽ അർജുനൻ യദുരാജാവാക്കി യാദവന്മാരുടെ നാഥനായി വാഴിച്ചു. വ്യാസായ കഥിതം ദുഃഖം, വ്യാസനോട് തൻ്റെ വേദന പങ്കുവച്ചു. തേനോക്രോസോ മഹാരഥ, തൻ്റെ ദുഃഖവൃത്താന്തം മുഴുവൻ വ്യാസനുമായി പങ്കുവച്ചു. പുനർയഥാ ഹരിസ്ത്വം ച ഭവിതാസി മഹാമതേ, അത് കേട്ടപ്പോൾ മഹാരഥനായ അർജുനനോട് വ്യാസം പറഞ്ഞു, വിഷമിക്കേണ്ട, നീയും ഹരിയും വീണ്ടും ജന്മമെടുക്കും. തഥാ തേജസ്തവാത്യുഗ്രം ഭവിഷ്യതി പുനർയുഗേ തച്ഛ്രുത്വ വചനം പാർത്ഥോ ഗത്വ നാഗപുരേ അർജുന. അപ്പോൾ നിന്റെ തേജസ് അന്ന് ഇതിനേക്കാൾ ഉഗ്രമായിരിക്കും. അത് കേട്ട് പാർത്ഥൻ അർജുനൻ ഹസ്തിനപുരിയിലേക്ക്, ആ നാഗപുരത്തേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്ന 14-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപുഷ്പാഞ്ജലി സമർപ്പിക്കും. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.